ഹലോ ഗായ്സ്, സമയം എന്താ 5:15. അങ്ങനത്തെ രാത്രിയിലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ എഴുന്നേറ്റതാണ് കേട്ടോ. കേതനും എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. എന്താണെങ്കിലും സൗത്ത് ഇന്ത്യൻ റെയിൽവേക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ ട്രെയിൻ ഇത്തവണ റൈറ്റ് ടൈമാണ്. അങ്ങനത്തെ 4 മണിക്ക് എഴുന്നേറ്റിരുന്നതാണ്. എൻ്റെ കൂടെ ഒരാൾ എഴുന്നേറ്റായിരുന്നു. എന്താണെങ്കിലും ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സമയം പതുക്കെ മാറി തുടങ്ങി. 10 മിനിറ്റായി. അങ്ങനെ യൂഷ്വൽ 6 മണിയായപ്പോഴത്തേക്കാണ് കേട്ടോ നമ്മൾ അമ്പലപ്പുഴയിലെത്തി. ഇപ്പം ഇതാണ് ഗൈസ് അവസ്ഥ. കണ്ടില്ലേ, പോകുന്ന പോക്ക് കണ്ടില്ലേ. ഞാനെന്താ വീട്ടിലേക്കുള്ളതെന്നുള്ളൊരു മൈൻഡ് പോലും ഇല്ല. കേതിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ്. എന്താണെങ്കിലും പുറകെ അങ്ങ് വിടാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും അച്ഛൻ റണ്ണിങ് സ്റ്റാറ്റസ് ഒക്കെ നോക്കി 5:30 എത്തിയതാണ് കേട്ടോ പാവം. എന്താണെങ്കിലും അത് നമ്മൾ ഓട്ടോയിലൊക്കെ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിൽ. അച്ഛനാണെങ്കിൽ ഇതാ വീട്ടിൽ 6 മണി മുതൽ ഒരാൾ ഞങ്ങളെ നോക്കി അങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഓട്ടോയുടെ സൗണ്ട് അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരാൾ പെട്ടെന്ന് ഓടി വരും. ആരാണെന്നല്ലേ, എൻ്റെ അമ്മ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുള്ള ഈ വിസിറ്റിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. വീട്ടിലെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ സ്വന്തം റൂമിൽ വന്നിട്ട് ജനൽ തുറന്ന് കുറച്ച് നേരം അങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം ഒന്നാണെങ്കിലും ഇതുപോലെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ് പോകുന്ന ഓരോ പെൺകുട്ടികളും തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വലുതായിരിക്കാം, ഒരുപക്ഷെ ചെറിയ വീടായിരിക്കാം, എന്നാൽ പോലും നമ്മളുടെ സ്വർഗ്ഗം അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീടാണല്ലേ. എന്താണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഒരുക്കി വെച്ച് നമ്മളെ കാത്തിരിക്കാൻ അവിടെ എന്താണെങ്കിലും ഒരു അമ്മ ഉണ്ടാകും. വെള്ളപ്പൊക്കം ഞങ്ങളെ വീണെ മൊത്തം മുക്കിക്കളഞ്ഞെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടതെല്ലാം ഇതുപോലൊരു നിധി പോലെ സൂക്ഷിച്ചു വെക്കാൻ ഒരച്ഛനും. പിന്നെ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ ഒരിക്കലും വിഷമിക്കരുത്, നിനക്ക് ഞങ്ങളിവിടെ ഉണ്ടാവുമെന്ന് പറയാൻ ഒരാങ്ങളെയും നാത്തൂനും ഉണ്ടെങ്കിൽ ഇതിനപ്പുറം ഒരു ഭാഗ്യം എന്താണല്ലേ വേണ്ടത്. കഴിഞ്ഞു പോകുന്ന ഓരോ പെൺകുട്ടികളും ഒരിക്കലും ഒരു ബാധ്യതയാണെന്ന് കാണാത്ത അല്ലെങ്കിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ ഉത്തരയും വിസ്മയും ഒന്നും ഉണ്ടാകില്ലായിരുന്നു.